ചിലർ പറയുന്നു യേശു എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നൊരു പലസ്തീനിൽ ഒരാളുണ്ടായിരുന്നു, പല മനുഷ്യനൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ പുള്ളി രക്ഷകനാണ്, ദൈവമാണെന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കാം. അപ്പോൾ ഇവിടെയൊക്കെ പലരും ഉള്ളതുപോലെ അദ്ദേഹം എന്തൊരു മതം സ്ഥാപിച്ചത് ഇതൊക്കെ പറയുന്നവർ, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അവരുടെ നടുവിലേക്ക് എന്നിട്ട് നമ്മൾ പറയാം, ഈ യേശു ദൈവമാണ്, രക്ഷകനാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴേ പലപ്പോഴും നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. പക്ഷേ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടപ്പാകട്ടെ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവ മഹത്വത്താൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഒരിക്കൽ യേശു കർത്താവ് ഇതുപോലെ തന്നെ ഈ ക്രൂശ് ഒന്ന് മാറിപ്പോകണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗെത്സമനയിലായിരുന്നു ആ പ്രാർത്ഥന. പക്ഷെ ഒടുവിൽ യേശു പ്രാർത്ഥിച്ചു, അല്ല, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടപ്പാകട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അങ്ങയുടെ ഇഷ്ടം നടപ്പാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാഴ്ചയിൽ ആ ഇഷ്ടം കുറച്ച് വേദനിക്കുന്ന കാര്യമായിരുന്നു, എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ക്രൂശ് എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ആ ക്രൂശിലേക്ക് അവൻ കയറി. അവൻ്റെ ഇഷ്ടം, സ്വർഗത്തിലെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം അവൻ പൂർത്തിയാക്കി. എന്നാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അവൻ എത്രത്തോളം താഴ്ന്നു വന്നു, 7 പടിയായിട്ട് ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും എല്ലാവരുടെയും മുഴങ്കാലുകൾ അവൻ്റെ മുൻപാകെ മടങ്ങുന്ന തരത്തിലാക്കി തീർത്തു. എല്ലാം നാവും യേശു മാത്രം കർത്താവ് എന്ന് ഏറ്റുപറയുന്ന തലത്തിലേക്ക് വന്ന് സ്വർഗോന്നതങ്ങൾ വരെ ആ ക്രൂശിന് ശേഷം പിതാവാം ദൈവം അവനെ ഉയർത്തി. ഇതാണ് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകൾ ചിലപ്പോൾ എന്ന് പറഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പകിട്ടും മഹിമയും അതിൻ്റെ വിലയൊക്കെ തീർന്നു പോയേക്കാം. എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടല്ല, ദൈവഹിതത്താൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ, സമ്മതിച്ചു കൊടുക്കുമ്പോൾ, വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടപ്പാകുമ്പോൾ ഓർക്കണം, ഇതുപോലെ ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ ദൈവ മഹത്വത്താൽ അനേക നാളുകൾ, അനേക തലമുറകൾ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹമായിരിക്കും ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 52 ദിവസത്തെ പ്രാർത്ഥനാ ദിവസത്തിൽ ഇന്ന് അതിൻ്റെ 31ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഭാഗവാക്കുക. ഉച്ചയ്ക്ക് നടക്കുന്ന ഞങ്ങളുടെ മിഡ് ഡേ പ്രെയറിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ സമയത്ത് സ്ക്രീൻ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം ഓഗസ്റ്റ് 15 നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ ആണ്. എവിടെയാണെങ്കിലും, ഏത് സംസ്ഥാനത്താണെങ്കിലും നിങ്ങൾ കൊച്ചിയിലേക്ക് എത്തിച്ചേരണം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. അതിന് ധൈര്യമുള്ള, അഭിഷേകമുള്ള ഒരാൾ പോലും വീട്ടിലിരിക്കരുത്, നേരിട്ട് വരണം. ഞങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളും കൊച്ചിയിലേക്ക് എത്തിച്ചേരുകയാണ്. നിങ്ങളും ദയവായി കടന്നു വരിക. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന നമ്മുടെ YU കോൺഫറൻസ് നിങ്ങൾക്ക് ഈ സമയത്ത് സ്ക്രീനിൽ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദയവായി അതിലേക്ക് പങ്കെടുപ്പിക്കുക. അതൊരു വലിയ അനുഗ്രഹമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന ഇന്നത്തെ എറണാകുളത്തു നിന്നൊരു വെൽവിഷനാണ്. കഴിഞ്ഞ 15 വർഷമായി മകൻ കഴിക്കുന്ന എല്ലാ മരുന്നുകളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപസ്മാരത്തിൽ നിന്ന് സുഖം പ്രാപിക്കുവാനും കോപം, ഭയം എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുവാനും മകന് ആത്മവിശ്വാസം ഉണ്ടാകുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് ആ കുഞ്ഞിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവേ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ഒരു വലിയ സാക്ഷ്യം ആ കുഞ്ഞ് പറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 31 ഫ്രൈഡേ. ഈ മാസം, ജൂലൈ മാസം ഇന്ന് തീരുകയാണ്. എന്ന് വെച്ചാൽ ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എംപവർമെൻറ്റ് തീരുകയാണ്. മന്തേ തീരുന്നുള്ളൂ, എംപവർമെൻറ്റ് തീരുന്നില്ല. നേരത്തെ പറഞ്ഞേക്കാം. സോ ദ ഫോക്കസ് വേർഡ് ഈസ് എംപവേർഡ് ടു ഇമ്പാക്റ്റ്. സ്വാധീനിക്കുവാൻ ശക്തി പ്രാപിച്ചവർ.
ഇത് കാണുന്ന എല്ലാവരും ഇപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനെ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്യുക എംപവേർഡ് ടു ഇമ്പാക്റ്റ്, സ്വാധീനിക്കുവാൻ ശക്തി പ്രാപിച്ചവർ. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് ആണേ. സോ ലൈവായിട്ടോ അതിനുശേഷം റീപ്ലേ ആയിട്ടോ ഏതെങ്കിലുമൊക്കെ സമയത്ത് കാണുന്നവർ ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഇത് ടൈപ്പ് ചെയ്തിടുക. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് ഫിലിപ്പിയൻസ് 4:13. ഫിലിപ്പ് ലേഖനം 4:13. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹു ഗീവ്സ് മീ സ്ട്രെങ്ത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നിങ്ങളുടെ ബൈബിൾ ആപ്പിൽ നിന്നും ആ വചനം കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുക. എല്ലാവരും ഇടുക. നോക്കിയപ്പോൾ കുറേ പേര് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ലെന്ന് പറയരുത്. ഇങ്ങനെ ഈ വചനം എടുക്കുകയും ഇടുകയും പറയുകയും ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ അകത്തോട്ട് ഈ ലോഗോസ് കയറിക്കൂടി അത് റീമയായി പുറത്തേക്ക് വന്ന് ആക്ടിവേറ്റഡായി നമ്മുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഡെക്ലറേഷൻ നോക്കുക. ഐ എൻഡ് ദിസ് മന്ത് എംപവേർഡ് ആൻഡ് വിക്ടോറിയസ്. ഞാൻ ഈ മാസം തീർക്കുന്നത് ശക്തീകരിക്കപ്പെട്ടും ജയത്തോടും കൂടിയാണ്. ദ സ്പിരിറ്റ് എനേബിൾസ് മീ ടു ഇമ്പാക്റ്റ് മൈ വേൾഡ്. പരിശുദ്ധാത്മാവ് എൻ്റെ ലോകത്തെ സ്വാധീനിക്കുവാൻ എന്നെ ശക്തീകരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇതിനകത്തുണ്ട്. ദയവായി നോക്കി അത് വായിച്ച് ടിക്ക് ചെയ്യുക. എംപവേർഡ് ടു ഇമ്പാക്റ്റ്. എല്ലാവരും ഒന്നുകൂടി പറഞ്ഞ്, നേരത്തെ പറഞ്ഞിട്ട് ഇടാത്തവർ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തിടുക. എംപവേർഡ് ടു ഇമ്പാക്റ്റ്, സ്വാധീനിക്കുവാൻ ശക്തി പ്രാപിച്ചവർ. നമ്പർ 1, 4 കാര്യങ്ങൾ പറയുകയാണ്. ഗോഡ്സ് പവർ ഈസ് ഗിവൺ ഫോർ പർപ്പസ്. ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം തൻ്റെ ശക്തിയെ നൽകുന്നത്. ദൈവശക്തി നമുക്ക് നൽകുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, ദൈവികമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിലിടുക. നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഡയറി അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുകയോ ഏതെങ്കിലും നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യുക. ഇവിടെ Paul's statement is often quoted as a promise of unlimited achievement. ഇപ്പം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്ന ഈ വചനം പലപ്പോഴും അതിനെ നമ്മൾ പ്രസംഗിക്കുന്നതും പറയുന്നതുമൊക്കെ ഒരു പരിമിതികളില്ലാത്ത നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തു നമ്മെ ശക്തീകരിക്കുന്നതിനെക്കുറിച്ച് ആ രീതിയിലാണ് നമ്മളതിനെ അവതരിപ്പിക്കാറ്. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ പോൾ വാസ് സ്പീക്കിംഗ് അബൌട്ട് ഫുൾഫില്ലിംഗ് ഗോഡ്സ് വിൽ ത്രൂ എവ്രി സീസൺ. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. That means whether in abundance or in need, whether in comfort or in hardship. അതിൻ്റെ മുകളിലോട്ട് വായിച്ചാൽ അറിയാം. സമൃദ്ധിയിലിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, ദാരിദ്ര്യത്തിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഏത് സാഹചര്യത്തിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആശ്വാസത്തിലിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, കഷ്ടതയിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. That means I have that stretchability. I have that elasticity. I can adjust myself to adapt to any situation, any circumstance. അദ്ദേഹം അതാ പറഞ്ഞു വരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ശക്തി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഈ ശക്തി ലഭിക്കുന്നത് ഈ ലോകത്തിൽ ഒരു വലിയ ആർക്കും സാധിക്കാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൂപ്പർമാന് പോലും, ചുമ്മാ പറയുവാണ്, സൂപ്പർമാനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ ഞാൻ ചെയ്തു കൂട്ടുന്ന അനന്ത സാധ്യതകളുള്ള ഒരു 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 ശക്തിമാനായി ഞാൻ നിൽക്കുന്നു എന്നർത്ഥത്തിലല്ല പൗലോസ് അവിടെ പറയുന്നത്. കോണ്ടെക്സ്റ്റിൽ, പശ്ചാത്തലത്തിൽ പറയുന്നത് സമൃദ്ധി വന്നാൽ നമുക്ക് താങ്ക് യു ലോർഡ്. ഒരു ദാരിദ്ര്യം വന്നാൽ ഐ എം സ്റ്റിൽ ഓക്കെ, ഞാനതിലും ജീവിക്കും. ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന പോലെ അതാണ് ജീവനകല. ഏത് സാഹചര്യത്തിലും ജീവിക്കുവാനുള്ള, പിടിച്ചു നിൽക്കുവാനുള്ള കഴിവാണ്. അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടിലൂടെ പോകുന്നു, നമുക്ക് അവിടെ ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ പിടിച്ചു നിൽക്കും, കർത്താവിനെ വിട്ട് പോവില്ല. ആശ്വാസകാലങ്ങൾ വരുന്നു, ഗുഡ്, താങ്ക് യു ലോർഡ് വൺസ് അഗെയിൻ. ഈ ഒരു മൂഡും ഈ ഒരു ആറ്റിറ്റ്യൂഡും അതാണ്
അങ്ങനെ നിൽക്കാനുള്ള ശക്തീകരണം എന്നെ ശക്തീകരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. അഡ്ജസ്റ്റബിലിറ്റി, ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ, അങ്ങനെ പറയുന്നതിനേക്കാൾ പറഞ്ഞോട്ടെ, ഏത് സാഹചര്യത്തിലും പിറുപിറുപ്പില്ലാതെ ജീവിക്കാൻ, പരാതി പറയാതെ ജീവിക്കാൻ, നന്ദി പറയാൻ, പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, എനിക്കും നല്ലവൻ, എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നല്ലവൻ എന്ന് പറയുന്ന മെച്യൂരിറ്റി, ആ ഒരു ശക്തീകരണത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. The strength Christ gives is not merely for survival, it is for assignment. അത് മാത്രമല്ല, ഇവിടെ പൗലോസ് പറയുന്ന ക്രിസ്തു നൽകുന്ന ശക്തി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കാനുള്ള ഒരു ശക്തിയെക്കുറിച്ചല്ല പറയുന്നത്. അതിനൊരു അസൈൻമെൻ്റ് ഉണ്ട്, ഒരു നിയോഗമുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ 1:8 ഈ മാസത്തെ നമ്മുടെ വാക്യം. You will receive power when the Holy Spirit comes on you and you will be my witnesses. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കൊലോസ്യലേഖനം 1:29 I labor struggling with all his energy which so powerfully works in me. പൗലോസ് അവിടെ പറയുന്നത് എന്നിൽ വ്യാപരിക്കുന്ന തൻ്റെ ശക്തിയാൽ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ വന്നത് ആ ശക്തിയിൽ, പരിശുദ്ധാത്മശക്തിയിൽ ഒത്തിരി കാര്യങ്ങൾ പോരാടി ജയിച്ച് മുന്നേറാനാണ്. അഥവാ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ, ആത്മാക്കളെ നേടാൻ, അവരെ പണിയാൻ, അവരെ ശുശ്രൂഷിക്കാൻ, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞു വരുന്നത്. എഫെസ്യർ 2:10 ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ടു ഡു ഗുഡ് വർക്ക്സ്. ക്രിസ്തുവേശുവിൽ സൽപ്രവൃത്തികൾക്കായി നാം ക്രിസ്തുവേശുവിൽ പുതിയ സൃഷ്ടികളായി മാറ്റപ്പെട്ടിരിക്കുന്നു. സോ ഗോഡ് നെവർ റിലീസസ് പവർ വിതൗട്ട് എ പർപ്പസ്. ഒരു ഉദ്ദേശമില്ലാതെ ഒരിക്കലും കർത്താവ് നമുക്ക് ശക്തി നൽകിയില്ല. ശക്തി ലഭിച്ചാൽ സാക്ഷികളാണ്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊക്കെ വൈദ്യുതി കിട്ടുന്നത് എങ്ങനെ? ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിലൂടെയാണ്. അണക്കെട്ടുകളിൽ വെള്ളം തടുത്തു നിർത്തി ആ വെള്ളത്തിൻ്റെ ശക്തി തുറന്നുവിട്ട ആ ശക്തി കൊണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് അങ്ങ് തീരുമാനിക്കുക, ഈ കറണ്ട് എന്ന് പറയുന്നൊരു എനർജിയാണല്ലോ, ഈ ഇലക്ട്രിക് എനർജി അതങ്ങ് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളെയൊക്കെ അങ്ങ് കാണിക്കാം. അതല്ല അതിൻ്റെ ഉദ്ദേശം. ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടാൻ ലൈറ്റ്, ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, ഫാൻ, ഫ്രിഡ്ജ്, മൈക്രോവേവ്, TV തുടങ്ങി എല്ലാം പ്രവർത്തിക്കാൻ അതിനൊരു ഉദ്ദേശമുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, ഈ ശക്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച് ആരും ഇരുട്ടിലിരിക്കാതെ നല്ല വിളക്കിൻ്റെ എന്ന് വെച്ചാൽ നല്ല ഇലക്ട്രിക് ബൾബിൻ്റെ കീഴിലിരുന്നുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കണം, ജനങ്ങൾ ജീവിക്കണം, റെസ്റ്റോറൻറ്റുകളിൽ അതുപോലെ വഴിവിളക്ക് വേണം. ഇതിനെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. ശക്തി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഇതുപോലെ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ മേൽ ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ പകർന്നതിന് ഉദ്ദേശമുണ്ട്. ഒത്തിരി പേര് വിചാരിക്കുന്നത് ഇന്നത്തെ സഭാരത് എന്തു ശക്തിയായിരുന്നു, ദൈവദാസൻ പ്രസംഗിച്ച സമയത്ത് ഭയങ്കരമായി കുലുങ്ങി ഞാൻ ആരാധിച്ചു. സഭാഹോള് മുഴുവൻ ഓടി നടന്ന് ചിലരൊക്കെ തട്ടി മറിച്ചു. എനിക്ക് ശക്തി കിട്ടി. എന്നിട്ട് വീട്ടിൽ കിടന്നുറങ്ങുക. തിരിച്ച് വീട്ടിൽ ചെന്ന് TV ഒക്കെ ഓൺ ചെയ്ത് കുറേ മൂവിയൊക്കെ കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞായറാഴ്ച തീർത്ത പിറ്റേ ദിവസം ജോലിക്ക് പോയി. പിന്നെ അടുത്ത ഞായറാഴ്ച ശക്തി ഇതിനല്ലപ്പാ ശക്തി തരുന്നത്. ശക്തി തരുന്നത് പ്രധാനമായും അവൻ്റെ സാക്ഷികളാകാനാണ്. ചോദ്യം, നാം ശക്തി കിട്ടിയിട്ട് സാക്ഷികളാകുന്നുണ്ടോ എന്ന് വെച്ചാൽ പുറത്തു പോയി പറയണം, യേശു രക്ഷകനാണ്, യേശു നിന്നെ രക്ഷിക്കും. പല വീടുകളിൽ ചെന്ന് പറയണം, യേശു നിന്നെ രക്ഷിക്കും. കിടപ്പുരോഗികളോട് പറയണം, യേശുവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. യേശു ഇന്ന് സൗഖ്യമാക്കുന്നു, യേശു ഇന്ന് രക്ഷിക്കുന്നു. യേശു രക്ഷിക്കും. നീ മരിച്ചാൽ സ്വർഗത്തിലെത്താൻ ഒറ്റ വഴിയുള്ളൂ, ഒറ്റ നാമമേ ഉള്ളൂ, യേശു. പറയണം. അത് മതം മാറ്റമല്ല.
അതവരുടെ നിത്യരക്ഷയാണ്. നിത്യരക്ഷ, താൽക്കാലിക രക്ഷയില്ല, നിത്യരക്ഷയാണ്. നമ്പർ 2, ഓർഡിനറി പീപ്പിൾ ബിക്കം എക്സ്ട്രാ ഓർഡിനറി വെൻ എംപവേർഡ് ബൈ ഗോഡ്. ദൈവത്താൽ ശക്തീകരിക്കപ്പെടുമ്പോൾ സാധാരണ മനുഷ്യർ അസാധാരണ മനുഷ്യരായി മാറും. ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക, എഴുതി വെക്കുക. ത്രൂ ഔട്ട് സ്ക്രിപ്ചർ ഗോഡ് കൺസിസ്റ്റൻ്റ്ലി ചൂസ് അൺലൈക്ലി പീപ്പിൾ. തിരുവഴുത്ത് മൊത്തം എടുത്താൽ സാധാരണ നമ്മളാണെങ്കിൽ തിരഞ്ഞെടുക്കില്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സിനാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് തടവ് പുള്ളിയായി ജയിലിൽ കിടക്കുന്നൊരു യോസഫിനെയാണ് അവിടെ ഗവർണറായിട്ട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ആട്ടിടയനായിട്ട് നടക്കുന്ന കൊല്ലുന്നൊരു പയ്യനെയാണ് രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരു അനാഥ പെങ്കൊച്ചിനെ റാണിപഥത്തിലേക്ക് അഥവാ രാജ്ഞിയായി, രാജാവിൻ്റെ പത്നിയായി എസ്തറിനെ മാറ്റുന്നു. മുക്കുവനും വായാടിയും എവിടെ എന്ത് പറയണമെന്നറിയാതെ വിടുവായുത്തരമൊക്കെ ഉണ്ടായിരുന്നൊരു പത്രോസിനെയാണ് പ്രഥമ അപ്പോസ്തലനാക്കി വെച്ചത് സഭയെ പണിയാൻ. അപ്പോൾ ഇവിടെ നമ്മളാണെങ്കിൽ ചെയ്യില്ല. കുറച്ചുകൂടി പരിജ്ഞാനമൊക്കെ വേണ്ടേ, മര്യാദയ്ക്ക് ജ്ഞാനത്തോടെ സംസാരിക്കുന്നൊരു പുള്ളിയെ വേണ്ടേ ഈ അപ്പോസ്തലനാക്കി വെക്കാൻ. അല്ല, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള കൾച്ചറുള്ളൊരു വീട്ടിലുള്ള ഒരാളെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്കും നാണക്കേടുണ്ടാകരുതല്ലോ, സഭയ്ക്ക് നാണക്കേടുണ്ടാകരുത്. എന്നാൽ കർത്താവ് ഇതിൻ്റെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറത്ത് വേറെ ഓപ്പോസിറ്റ് പരിപാടിയാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ ദ ഡിഫറൻസ് വാസ് നോട്ട് ദ ബാക്ക്ഗ്രൗണ്ട്, ദ ഡിഫറൻസ് വാസ് ദർ എംപവർമെൻറ്റ്. അവരെ വ്യത്യസ്തരാക്കിയത് അവരുടെ പശ്ചാത്തലമോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ, ശക്തി ലഭിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ഇതിന് സാക്ഷികളാകുന്നു. നസറായനായ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു, എന്നാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ഞങ്ങളതിൻ്റെ സാക്ഷികളാകുന്നു. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ഒത്തിരി പേരിന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നൊരു പുരുഷൻ ഈ ഭൂമിയിൽ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല, അതൊരു കഥയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലർ പറയുന്നു, യേശു എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നൊരു പലസ്തീനിൽ ഒരാളുണ്ടായിരുന്നു, നല്ല മനുഷ്യനൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ പുള്ളി രക്ഷകനാണ്, ദൈവമാണെന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഒരു ജ്യൂ ആയിരുന്നു, ഒരു യഹൂദനായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ പലരും ഉള്ളതുപോലെ അദ്ദേഹം എന്തൊരു മതം സ്ഥാപിച്ചെന്നോ ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അവരുടെ നടുവിലേക്ക് എന്നിട്ട് നമ്മൾ പറയാം, ഈ യേശു ദൈവമാണ്, രക്ഷകനാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. നീ എങ്ങനെ സാക്ഷി? നീ ഈ 2000 കൊല്ലം മുമ്പ് ഒരു മനുഷ്യനിവിടെ ജീവിച്ചു മരിച്ചു, നീ അവിടെ ഉണ്ടായി കണ്ടിട്ട് പോലും ഇല്ലല്ലോ, ഫോട്ടോ പോലും ഇല്ല, നല്ലൊരു ഫോട്ടോ പോലും അദ്ദേഹത്തിൻ്റെ നമുക്ക്. പിന്നെ എങ്ങനെ നീ? എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചു, അവൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചു, എനിക്ക് മാറ്റമുണ്ടായി, പാപങ്ങളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമായി, രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയുക, ജീവിതത്തിലുണ്ടായിട്ടുള്ള അത്ഭുതങ്ങളുണ്ടെങ്കിൽ അത് പറയുക, ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ മാറ്റം, ലൈഫ് ചേഞ്ച് പറയുക, ഞാൻ സാക്ഷിയാണെന്ന് പറയുക. ഇതിനു വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സഭയ്ക്കകത്ത് ഒന്ന് കുലുങ്ങി വിറച്ചു, ഒത്തിരി പേരെ ഞാൻ തെറിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ല. അതൊക്കെ നടന്നോട്ടെ, ആരാധിക്കുകയോ തുള്ളുകയോ സമർസോൾട്ട് മറിയോ എന്ത് വേണം ചെയ്തു, താഴെ വീഴുകയോ വീഴ് സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയോ എന്ത് വേണം ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ഈ രീതിയിലുള്ള ഡെമോൺസ്ട്രേഷൻസ് എല്ലാം, മാനിഫെസ്റ്റേഷൻസ് എല്ലാം നടക്കും. അത് നടന്നോട്ടെ. പക്ഷെ അതിന് ശേഷം നാം അവൻ്റെ സാക്ഷികളാകണം. എവിടെ വരെ? എവിടെ നിന്ന് എവിടെ വരെ? യെരുശലേമിൽ നിന്ന് യഹൂദിയയിലെത്തി, യഹൂദിയയിൽ നിന്ന് ശമര്യയിലെത്തി, ശമര്യയിലെത്തിയ ശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6:14 ഗോ ഇൻ ദ സ്ട്രെങ്ത് യു ഹാവ്. ഈ ബലത്തോടെ പോക എന്ന് ഗിദെയോനോട് കർത്താവ് പറയാണ്. ഞാൻ നിനക്ക് ബലം തന്നിരിക്കുന്നു, ഈ ബലത്തോടെ പോയി ഒരു അസൈൻമെൻറ്റാണ്, നീ പോയി ചെയ്യുക. സെഖറിയ 4:6, സെഖരിയാവിൻ്റെ പുസ്തകം 4:6 നോട്ട് ബൈ മൈ നോട്ട് ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനല്ല അത്രേ.
2 Corinthians 12:9 ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ വചനങ്ങളാണ്. മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു. എന്നാൽ ഈ ദൈവശക്തി ഏറ്റവും കൂടുതൽ തെളിഞ്ഞു വരുന്നത് എപ്പോഴാണെന്നറിയാമോ? മനുഷ്യൻ്റെ ബലഹീനതയിലാണ്. ഏറ്റവും ബലഹീനനായ ഒരാളെ എടുത്തിട്ടാണ് ദൈവം ഈ ശക്തി പകരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് മഹത്വം. കാരണം തൻ്റെ കഴിവിൽ അവന് പ്രശംസിക്കാനൊന്നുമില്ല. ഞാൻ ആകപ്പാടെ പോക്കാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞാണ് കർത്താവിനോട് എന്നെ വേണ്ടെന്ന്. പിന്നെ കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നിന്ന് കൊടുത്തതാണ്. ഇതെൻ്റെ ശക്തിയല്ല, അവൻ്റെ ശക്തിയാണ്. അതാണ് മഹത്വം. നമ്പർ 3, ഇമ്പാക്റ്റ് ഈസ് മെഷേർഡ് ബൈ ഫെയ്ത്ത്ഫുൾനെസ്, നോട്ട് ഫെയിം. സ്വാധീനത്തെ അളക്കുന്നത് വിശ്വസ്തത കൊണ്ടാണ്, പ്രശസ്തി കൊണ്ടല്ല. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്വാധീനിച്ചു, മറ്റുള്ളവരെ സ്വാധീനിച്ചു, ദൈവശക്തിയിൽ മറ്റുള്ളവരെ ഞാൻ ഇമ്പാക്റ്റ് ചെയ്തു എന്ന് മനസ്സിലാകുന്നത്? അത് വിശ്വസ്തതയിലൂടെ തെളിയിക്കണം, ഒത്തിരി പ്രശസ്തനാകുന്നതിലല്ല. ദ കിങ്ഡം മെഷേഴ്സ് സക്സസ് ഡിഫറെൻ്റ്ലി ഫ്രം ദ വേൾഡ്. ഈ ലോകത്തിലുള്ളവർ വിജയത്തെ അളക്കുന്ന അളവുകോല് കൊണ്ടല്ല ദൈവരാജ്യത്തിൽ വിജയത്തെ അളക്കുന്നത്. Many of the greatest kingdom influences are known only to God. ദൈവരാജ്യത്തിനകത്ത് ഒത്തിരി പേർക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള പലരെയും ലോകത്തിന് അറിയില്ല, ദൈവത്തിന് അറിയാവും. 2 രീതിയിൽ നമുക്ക് പ്രശസ്തരാകാം. 1, ഈ ഭൂമിയിൽ മാത്രം പ്രശസ്തരാകാം. 2, ദൈവരാജ്യത്തിൽ പ്രശസ്തരാകാം. ദൈവരാജ്യത്തിൽ പ്രശസ്തരായ പലരെയും ഒരുപക്ഷെ ഈ ലോകം കാണണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ വളരെ വിശ്വസ്തയോടെ എന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഒരു വ്യക്തി. ഇൻസ്റ്റഗ്രാമില്ല, സോഷ്യൽ മീഡിയയില്ല, ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില്ല, പേരറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ആ വ്യക്തി വളരെ വെൽ നോണാണ്. ഭൂമിയിൽ ഭയങ്കര പ്രശസ്തിയൊക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ ദൈവത്തിൽ അറിയപ്പെടണമെന്നില്ല. 2 സ്ഥലത്തുള്ളവരുമുണ്ട്, ഇല്ലെന്നല്ല. വളരെ നല്ല രീതിയിൽ അമ്മമാരും അപ്പന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. കുഞ്ഞുങ്ങളെ വളരെ ദൈവകൃപയിലും ദൈവികമായ ഡിസിപ്ലിനിലും വചനത്തിലും വളർത്തിയെടുത്തു. ആ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ മക്കളായും അഭിക്ഷിക്തരായും വളർന്ന് അവരിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പാരൻസിനെ ആർക്കും അറിയില്ല. ഈ ഗോഡ്ലി പാരൻസ് ഭൂമിയിലല്ല, സ്വർഗത്തിൽ പ്രസിദ്ധരാണ്. ഇതുപോലെ ഒരു സഭയ്ക്കകത്ത് ഒരു പക്ഷേ സ്റ്റേജിൽ വരാതെ പിന്നാമ്പുറത്തൊക്കെ ഇങ്ങനെ ടോയ്ലറ്റ് കഴുകുകയോ കസേര ഇടുകയോ ആളുകളെ സ്വീകരിക്കുകയോ കഞ്ഞി വിളമ്പുകയോ കർത്തൃമേശ ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയോ അഷേഴ്സായിട്ട് നിൽക്കുകയോ ഒരുപക്ഷെ ഇവരാരും സ്റ്റേജിൽ കാണുന്നില്ലായിരിക്കാം. പക്ഷേ അവരൊക്കെ വളരെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വേല ചെയ്യുമ്പോൾ, സെർവ് ചെയ്യുമ്പോൾ അവർ സ്വർഗത്തിൽ പ്രസിദ്ധരാണ്. മത്തായി 25:21 വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നവിടെ വിളിക്കുകയാണ്, കർത്താവ് വിളിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും, പക്ഷേ നിങ്ങൾ ഒത്തിരി ദീർഘനാളുകളായി നിങ്ങൾ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിസ്റ്റത്തിൽ പ്രസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്തിട്ട് നിങ്ങൾ ഇന്നുവരെ ആരും ഒരു അംഗീകാരം, ഒരു പ്രശംസ, ഒരു അനുമോദനം, ഒരു ട്രോഫി, ഒരു മാല, ഒന്നും, ഒരു സർട്ടിഫിക്കറ്റ്, മെഡൽ ഒന്നുമില്ല. നോ പ്രോബ്ലം. കർത്താവ് തക്ക സമയത്ത് പ്രതിഫലം തരിക മാത്രമല്ല, ഈ ഭൂമിയിലേക്കാൾ സ്വർഗത്തിൽ നിങ്ങളുടെ പേരറിയാം, നിങ്ങളുടെ കാര്യങ്ങളറിയാം, എല്ലാത്തിനും റെക്കോർഡുമുണ്ട്. 1 Corinthians 4:2 പറയുന്നത്, ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ദോസ് ഹു ഹാവ് ബീൻ ഗിവൺ എ ട്രസ്റ്റ് മസ്റ്റ് പ്രൂവ് ഫെയ്ത്ത്ഫുൾ. ഗൃഹവിചാരകന്മാരിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദ ഗോൾ ഈസ് നോട്ട് ടു ബി ഇംപ്രസീവ്, ദ ഗോൾ ഈസ് ടു ബി ഫെയ്ത്ത്ഫുൾ. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കുക, മറ്റുള്ളവരിലൊരു മതിപ്പുളവാക്കുക. ആ പുള്ളി ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നതിനേക്കാൾ ദ ഗോൾ ഈസ് ടു ബി ഫെയ്ത്ത്ഫുൾ, ദൈവസന്നിധിയിൽ വിശ്വസ്തരാകുക എന്നതാണ്. നമ്പർ 4, God's empowerment is meant to continue into your future. ദൈവത്തിൻ്റെ ഈ ശക്തീകരണം ഭാവിയിലേക്ക് കൂടെ കണക്കാക്കിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ചിലർക്കൊക്കെ ചിന്തയുണ്ട്, ജൂലൈ മാസം ബ്രദർ പറഞ്ഞല്ലോ, ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എംപവർമെൻറ്റ്.
അസാധാരണമായ ശക്തീകരണത്തിൻ്റെ മാസമാണ്. ജൂലൈ ഇന്ന് തീരുകയാണ്. അപ്പോൾ അടുത്ത മാസം എനിക്ക് ശക്തിയില്ല എന്നാരും പറയരുത്. ഭാവിയിലേക്ക് ആയുസ് മുഴുവനും നിൽക്കേണ്ട ശക്തീകരണത്തിലൂടെയാണ് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നത് ഒരു പ്രത്യേക നിമിഷത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക സംഭവത്തിന് വേണ്ടി മാത്രമല്ല. ഹീ സ്ട്രെങ്തൻസ് ദം ഫോർ എ ലൈഫ് ടൈം ഓഫ് സർവീസ്. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കും സേവനത്തിനും വേണ്ടിയിട്ടാണ്. എഫെസ്യ ലേഖനം 5:18 പറയുന്നത് അതുകൊണ്ടാണ്. ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ഇൻ അതർ വേർഡ്സ്, കീപ്പ് ഓൺ ബീയിങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. എല്ലായ്പ്പോഴും ആത്മനിറവിലും ശക്തിയിലും ഇരുന്നോളാൻ. 2 തിമോത്തിയോസ് 1:7 ഗോഡ് ഹാസ് ഗിവൻ അസ് എ സ്പിരിറ്റ് ഓഫ് പവർ, ലവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അവിടെ പറയുന്നുണ്ട് ശക്തിയുടെ ആത്മാവിനെ നമ്മുടെ അകത്ത് വച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം എപ്പോൾ വേണമെങ്കിലും ഈ ശക്തി അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒന്ന് ചിന്തിക്കാമോ? ആദിമ നൂറ്റാണ്ടിൽ ആദിമ വിശ്വാസികളെ ശക്തീകരിച്ച അതേ പരിശുദ്ധാത്മാവ് അവൻ ആത്മാവായതുകൊണ്ട് വയസ്സനായ പ്രായമായ ശക്തി കുറഞ്ഞ് ശക്തി ക്ഷയിച്ചു നിന്നും ആരും ചിന്തിക്കരുത്. അവൻ നിത്യശക്തിയുള്ളവനത്രേ. ആ അതേ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മിലും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നും ഉറപ്പിച്ച് പറയുന്നു, ജൂലൈ 31 ഇന്നോടുകൂടെ ഒരിക്കലും ഇത് തീരുന്നില്ല. ഈ ശക്തിയിലുള്ള ജീവിതം തുടരുക, അന്ത്യശ്വാസം വരെ തുടരുക, കർത്താവിൻ്റെ സാക്ഷികളായി മാറുക. കൈനീട്ടാമോ? കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. വലിയ ശക്തിയിൽ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഭക്തിയുടെ വേഷം ധരിക്കാനല്ല, അതിൻ്റെ ശക്തിയെ ത്യജിക്കാനുമല്ല. കർത്താവെ, ശക്തിയോടുകൂടെയും ഭക്തിയോടുകൂടെയും നിൽക്കാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. കർത്താവെ, മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. കാതിനകത്ത് നിന്ന് പൊട്ടിയൊലിക്കുന്ന പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രത്യേക രോഗം എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഈ എവിടെയെങ്കിലും മുറിഞ്ഞ് ബ്ലഡ് വന്നാൽ അത് ക്ലോട്ട് ചെയ്യാതെ അത് കട്ടയാകാത്ത പ്രശ്നമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. കിടപ്പ് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി നന്ദി. ഇപ്പോൾ ഹോസ്പിറ്റലുകളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബജീവിതം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ ഒരു പുതിയ മാസം തുടങ്ങുകയാണ്. അടുത്തൊരു ഫോക്കസിലേക്ക് നമ്മൾ മാറുകയാണ്. അടുത്തൊരു മന്ത്ലി ഫോക്കസിലേക്ക് മാറുകയാണ്. ചില പ്രഖ്യാപനങ്ങളുണ്ടാകും. നാളത്തേത് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലസ് യു. See you tomorrow. Bye-bye.